അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാൻ ഉപയോഗിച്ച കളേഴ്സ് എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാനത് പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം, നിങ്ങൾ ബ്രഷ് ഉപയോഗിക്കുമ്പോൾ സെയിം ബ്രഷ് ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ ഇതിന് മുൻപും പറഞ്ഞിട്ടുണ്ട്, 2-3 ബ്രഷ് കയ്യിൽ വെക്കണം. എന്നിട്ട് മാറ്റി മാറ്റി ചെയ്യണം. ഓരോ കളേഴ്സിനും ഓരോ ബ്രഷ് എടുക്കണം. നിങ്ങൾ സെയിം ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നം ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാൻ കഴിയില്ല. അതും പോരാഞ്ഞ് നിങ്ങൾ ഓരോ ബ്രഷും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ആ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കളേഴ്സ് ഉണങ്ങിപ്പോവും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് ഒരിക്കലും നടക്കില്ല. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, ബ്ലെൻഡ് ചെയ്യാൻ 2-3 ബ്രഷ് നിങ്ങൾക്ക് കയ്യിൽ വെക്കുകയാണ് ഏറ്റവും നല്ലത്, നിങ്ങളൊരു തുടങ്ങുന്ന ആളാണെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു സ്പ്രേയറിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്യുക, അതിന് ശേഷം പെയിൻറ്റ് വയ്ക്കുക. അല്ലെങ്കിൽ പെയിൻറ്റ് വെച്ചതിന് ശേഷം ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കുക. ബ്ലെൻഡ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഒരിക്കലും സ്പ്രേ ചെയ്യാൻ നിൽക്കരുത്, അവിടെ പാച്ചസ് വരും. അപ്പോൾ നമ്മൾ പിന്നെ ആ പാച്ചസ് നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ കൂടെ ബ്രഷ് ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പാച്ചസ് അവിടെ കിടക്കും. കാരണം അവിടെ പെയിൻ്റ് അങ്ങ് പോകും. പിന്നെ അത് ആ തൊട്ടടുത്തുള്ള കളറുമായിട്ട് മെർജ് ആവില്ല. അപ്പോൾ ബ്ലെൻഡിങ് വൃത്തിയാവില്ല, നമ്മുടെ വർക്ക് വളരെ വൃത്തികേടായിട്ട് മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. വെള്ളമൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് തുടങ്ങാം. ഓക്കെ, അതിനുശേഷം ഇതാ കുറച്ച് യെല്ലോസൊക്കെ വെച്ച് ഹൈലൈറ്റ് ഉള്ള പാട്ടൊക്കെ, അതായത് നമ്മുടെ ആകാശത്തിൻ്റെ ചെറിയ ഈ യെല്ലോ പാച്ചസ്, ആ പാച്ചസൊക്കെ യെല്ലോസ് വെച്ച് കറക്റ്റ് ചെയ്തെടുക്കുക. വളരെ ശ്രദ്ധിച്ച് ചെയ്യുക, പെട്ടെന്ന് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ബ്ലെൻഡ് ചെയ്യുന്നതാണ്, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു പോകണം. ഒന്നിനും ഡിലേ ആക്കാൻ പാടില്ല. അപ്പോൾ ഇതാ നമ്മളവിടെ യെല്ലോ വെച്ചിട്ട് അടുത്ത ബ്രഷ് എടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം എന്താ യെല്ലോ പാച്ചസ് നിങ്ങൾക്ക് കാണാം, ഞാൻ ഓരോ സ്ഥലം എങ്ങനെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാകെ ഒരു 3 മിനിറ്റുള്ള വീഡിയോ ആണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യൂ. അപ്പോൾ ഓരോ പാട്ടായിട്ട് ഞാൻ ഇത് ആകെ 1 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു 5 മിനിറ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയതാണ്. 3-4 മിനിറ്റ് അതിലധികം വീഴ്ത്തില്ല. അതിനുശേഷം ഞാൻ മോൾഭാഗം കുറച്ച് ഡാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഞാനൊന്ന് പർപ്പിൾ മാവ് എന്ന് പറഞ്ഞൊരു കളറാണ് യൂസ് ചെയ്തത്. അതും അൾട്രാമറൈൻ ബ്ലൂയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മോൾഭാഗം കുറച്ച് ഡാർക്ക് ചെയ്തെടുത്തത് കേട്ടോ. അതിനുശേഷം ഞാൻ ആ ടാപ്പ് പൊളിച്ച് മാറ്റി, അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ഒരു ടാപ്പ് ഒട്ടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ മോൾഭാഗം മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തു. കാരണം എന്താണെന്നറിയോ, ഞാൻ താഴെ വെള്ളം സ്പ്രേ ചെയ്തിരുന്നു. വെള്ളം സ്പ്രേ ചെയ്യാൻ നേരം മോൾഭാഗത്തേക്ക് ആയി കഴിഞ്ഞാൽ ഇനി ഉണങ്ങാത്ത പാട്ടിൻ്റെ അവിടെ പാച്ചസ് വരും. അതുകൊണ്ടാണ് മോൾ ഉപയോഗിച്ച അതേ കളേഴ്സാണ് ഞാൻ താഴെ ഉപയോഗിച്ചത്, നിങ്ങൾക്ക് കാണാം. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കണം, ഉണങ്ങിയതിന് ശേഷം ഞാനത് പൊളിച്ചൊഴിവാക്കി. പിന്നെ നമുക്ക് വേണ്ട സ്ഥലത്ത്, അതായത് മുകളിൽ എവിടെയാണോ ലൈറ്റ് വരുന്നത് അവിടെ നമ്മൾ ആ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കൊടുക്കണം. അതായത് സൂര്യൻ്റെ റിഫ്ലക്ഷൻസ്, യെല്ലോ പാച്ചസ് ഞാൻ ചെയ്തു. യെല്ലോ സൂര്യനെ ഒന്ന് വൃത്തിയാക്കി ലൈറ്റ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവങ്ങൾ. ഈ യെല്ലോ പാച്ചസും കാര്യങ്ങളും ചെയ്യുക, ചെറിയ ലൈൻസ് മൊത്തത്തിൽ, അതായത് ഒരു ചെറിയ വെള്ളത്തിൻ്റെ ഓളങ്ങൾ കറക്റ്റ് ചെയ്യുക. ഡൺ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ഡെയിലി എന്തെങ്കിലും ചെയ്ത് നോക്കുക. ഓക്കെ.